ആളുകളെ ഫേസ് ചെയ്യുന്നതൊക്കെ പേടിയായിരുന്നു. ഇന്റർവ്യൂസ് ഒക്കെ പേടിയാണ്. എനിക്ക് എന്നോട് ഒരാൾ മോശമായിട്ട് സംസാരിക്കുന്ന പേടിയാണ്. ജോലിക്ക് പോവാന്നുള്ളത് ഞാൻ അപ്പോഴേ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്റർവ്യൂവിനെ പേടിച്ചിട്ട് സംരംഭകനായ ആളാണെന്ന് വേണമെങ്കിൽ പറയാം. സംരംഭകൻ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് സംരംഭകനാവാൻ പറ്റും. 6 പേര് എന്നോട് പറഞ്ഞു, ശരിക്കും നിന്റെ സ്വഭാവം ഭയങ്കര മോശമാണ്, നീ ഭയങ്കര, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തിരിച്ചറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ് ചെയ്യാൻ എടുക്കില്ല, അതെനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ എവിടെയും പോയി എന്തും അറ്റൻഡ് ചെയ്യും, അത് വൃത്തിയിൽ തീർത്തു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. ഞാൻ ഭയങ്കര സ്കില്ലുള്ള ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ സ്കില്ലായിരിക്കാം. മനുഷ്യരുടെ കണ്ണിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ ഭയങ്കര പൈസ ഉള്ള ആളാണ് സക്സസ്. നമ്മളുള്ളതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആണ്. കാരണം ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി നാളെ ഞാൻ ഒരു മില്യനെയർ ആയാലും ഞാൻ ഹാപ്പിയാണ്. ഇനി ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് സ്പാർക്കുള്ള ഒരു കഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഞങ്ങളെ കണ്ടതിന് ശേഷമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സലീഖ് അഹമ്മദ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സാരഥിയാണ്. 200-ലധികം വ്യക്തികൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ജോലി കൊടുക്കുന്ന 20-ലധികം പ്രൊജക്റ്റുകൾ ഇന്ത്യയിലുടനീളം ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. സലീഖ്, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. നമസ്കാരം. ഒരു 90s കിഡാണ്, നമ്മളെല്ലാവരും 90s കിഡാണ്, ഒരു മിഡിൽ ബെഞ്ചറാണ്. ഓക്കെ, ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞ കഥ. പക്ഷെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടല്ലേ തോന്നുന്നു. എവിടെയാ സ്വദേശം? നിലമ്പൂരാണ്, മലപ്പുറം. സലീഖ് പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ഞാൻ കാലിക്കറ്റ് പഠിച്ചിട്ടുണ്ട്, എറണാകുളം പഠിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചത്? ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. വാപ്പാടെ പൈസക്ക് മാത്രം പഠിച്ചിട്ട് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാളാണ്. 4ാം ക്ലാസ് വരെ മാത്രമായിരിക്കും ഞാൻ ഫീസൊന്നും ഇല്ലാതെ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഫീസ് കൊടുത്ത് പഠിച്ച് വാപ്പാനെ കഷ്ടപ്പെടുത്ത്. വാപ്പാക്ക് ആ കഷ്ടപ്പാട് വാപ്പാക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ എത്തി. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫാഷൻ ഡിസൈനർ ആവണം, സിനിമയിലേക്ക് വേണം, മോഡൽ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയി. അതൊന്നും വീട്ടിലാരും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് പോയതാണ്. നമ്മുടെ ആഗ്രഹവും നടക്കില്ല, എന്നാ പിന്നെ അവരുടെ ആഗ്രഹം ഇങ്ങനെ നടക്കട്ടെ. അവർ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, അവര് പറഞ്ഞ വെച്ചപ്പോ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ ഇപ്പൊ കുറച്ച് ഗ്രോയിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. പഠിച്ചിറങ്ങിയപ്പോ തന്നെ സംരംഭകനായോ? അപ്പോ സംരംഭകൻ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് സംരംഭകനാവാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആളുകളെ ഫേസ് ചെയ്യുന്നതൊക്കെ പേടിയായിരുന്നു. ഇന്റർവ്യൂസ് ഒക്കെ പേടിയാണ്, ലാംഗ്വേജ് പ്രശ്നമുള്ളത് കൊണ്ട് അതൊക്കെ പേടിയായിരുന്നു. അപ്പം നമ്മൾ ജോലിക്ക് പോവാന്നുള്ളത് ഞാൻ അപ്പോഴേ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്റർവ്യൂവിന് പോകാൻ പേടി. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം എന്നുള്ളത് അങ്ങനെ പറയാം. ഇന്റർവ്യൂവിനെ പേടിച്ചിട്ട് സംരംഭകനായ ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. ഇന്റർവ്യൂവിനെ പേടിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാന്ന് പറയാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതൊന്നുമില്ല, കോൺഫിഡൻസ് ഒന്നുമില്ല. അപ്പൊ സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ചിലരുടെ കൂടെയൊക്കെ തുടങ്ങി. പക്ഷെ നമുക്ക് അതൊന്നും എന്തായില്ല, സെറ്റായില്ല. അങ്ങനെ സെറ്റാവാതെ 1, 2, 3 സ്ഥലത്ത് ഇങ്ങനെ പാർട്ട്ണർഷിപ്പോടുകൂടെയൊക്കെ തുടങ്ങി. അതൊന്നും സെറ്റാവാതെ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് പേരിൽ കമ്പനികൾ തുടങ്ങിയിരുന്നു, പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. പിന്നെ പേര് ഇടുന്ന ആഗ്രഹമൊക്കെ അങ്ങ് നിർത്തി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേരിൽ തന്നെ ഒരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സലീഖ് അഹമ്മദ്. അഹമ്മദ് എന്നുള്ള പേര് എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിലിട്ടൊരു പേരാണ്. അത് എനിക്ക് ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാലായിട്ടിട്ട ഒരു പേരാണ് അഹമ്മദ് എന്ന് പറയുന്നത്. അപ്പൊ അഹമ്മദ് പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് മാറ്റിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും മാറ്റിയില്ല. അപ്പം എല്ലാവരും ചിന്തിച്ചത് എൻ്റെ പേര് സലീഖ് അഹമ്മദ് എന്നാണ്. ഭാര്യ വരെ ചിന്തിച്ചിരുന്നത് സലീഖ് അഹമ്മദിന്റെ പേരാണെന്നാണ്. പിന്നെയാണ് അത് അല്ലാന്നറിഞ്ഞത്. അവർ പിന്നെ ആധാർ കാർഡ് കാണുമല്ലോ, അങ്ങനെ ആധാർ കാർഡ് കെട്ടുമില്ലായിരുന്നു. ആധാർ കാർഡിൽ ഫോട്ടോ ഉണ്ടോ കിട്ടില്ല, അങ്ങനെ പറയാം. പേര് പ്രശ്നമില്ല. എന്നിട്ട് ആദ്യ സംരംഭം എന്താണ് ചെയ്തത്? ആദ്യ സംരംഭമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതായത്
ഈ പറയുന്ന പാരൻസ് നമ്മളെ ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ, അതായത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു മിഡിൽ ബെഞ്ചറാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണമെന്ന് ബ്രദറിനും ഫാദറിനും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരെവിടെയെങ്കിലും ഒന്ന് ജോലി, കുഴപ്പമില്ലാത്തൊരു ജോലി മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ത്രൂ ഇങ്ങനെ കയറിപ്പോയതാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആരോടും മിണ്ടാത്തത് കൊണ്ടും ഇവരെൻ്റെ ബിസിനസ് ക്ലാസ്സിനൊക്കെ എൻ്റെ ബ്രദർ പറഞ്ഞയച്ചു, എൻ്റെ ബ്രദർ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കിങ്ങനെ ഓരോ കണക്ഷൻസ് വരാൻ തുടങ്ങി. ഞാൻ ആളുകളെ കാണാൻ തുടങ്ങി. പിന്നെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫ് വഴി തന്നെ ഞാൻ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഞാൻ നിലമ്പൂരിൽ നിന്ന് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഞാനൊരു വർക്ക് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ ആ സമയത്ത് അവർക്ക് എൻ്റെ അടുത്തൊന്നുമില്ല. പുള്ളി എന്നെ ഒരു കോൺഫിഡൻസിൽ എന്നെ ഏൽപ്പിക്കുക ചെയ്തത് വർക്ക് വരക്കാനായിട്ട് പുള്ളി ആ വർക്ക് എന്നെ ഏൽപ്പിച്ചു. അവിടുന്ന് പുള്ളിക്ക് എന്തോ എന്നെ ഇഷ്ടമായി, അല്ലാതെ എൻ്റെ സ്കില്ല് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ബ്രാൻഡോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അയാൾക്ക് എന്നെ ഇഷ്ടമായി, എന്തോ മെൻ്റലി ഞങ്ങൾ കണക്റ്റഡായി. പിന്നെ അയാൾ എന്നെ വർക്ക് ചെയ്യിപ്പിച്ചു. അദ്ദേഹമാണ് ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹം മാത്രമാണെന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒരു ചങ്ങലയാണല്ലോ. ബ്രദർ വഴി എത്തുന്നു, ബ്രദറിന്റെ ഫ്രണ്ട് എത്തുന്നു, ഫ്രണ്ട് വഴി ഞാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നെ ഈ പറയുന്ന ഇയാൾ എന്നെ വിശ്വസിക്കുന്നു, ഈ വിജോ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര. അപ്പം എല്ലാവരും നമ്മളെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കണക്റ്റഡ് ആയിട്ട് പിന്നെ അങ്ങനെ യാത്ര തുടർന്നു. അവിടെയൊക്കെ ഞാൻ ഈ വ്യക്തികളൊക്കെ ആയിട്ട് ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആവാൻ തുടങ്ങി. ഞാൻ എല്ലാവരായിട്ടും എന്താവുന്നുണ്ട്, ഞാൻ അവരുടെ ഫാമിലിയിൽ ഒരാളാവുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വന്നു ഇവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ പറഞ്ഞ പോലെയാണോ ലൈഫിൽ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ രംഗവും പറയും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെയാണ്. ബന്ധങ്ങൾ, അതായത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, സെലീക്ക നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിന്റെ ക്ലയൻസ് എല്ലാം നിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അത് പ്രായമായവരും അല്ലാത്തവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അത് എൻ്റെ ക്ലയൻസ് എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന വീടെന്ന് പറയുന്ന സ്വപ്നമാണ്, ഒരു ഇമോഷനാണ് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ. അയാൾക്ക് അവിടെ എന്തുണ്ട്, അവിടെ ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഇതിലൊക്കെ ഓരോ ഇമോഷൻസ് ഉണ്ടാവും അയാൾക്ക്. അതിൻ്റെ ഓരോ മൂലയിലും അവർക്ക് സ്വപ്നങ്ങളുണ്ടാവും, അവിടെ എങ്ങനെ ആവണമെന്ന് അവർ പറയും. ആ ഇമോഷനിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലും, അവരുടെ കൂടെ ഞാൻ സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ ഈസി ആയി തുടങ്ങി. പിന്നെ ഓരോ വർക്കിലും ഞാൻ ഇവർക്ക് വേണ്ട കാര്യങ്ങളുടെ ഇവരുടെ ഒരാളായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ അതൊരു ബിസിനസിൻ്റെ ഒരു സക്സസ് ആണെന്ന് പറയാം. അടുത്ത വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മാർക്കറ്റ് ചിലതൊക്കെ ചെറിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനീ പറയുന്ന അമീർ ഖാൻ സിനിമ എടുക്കുന്ന പോലെയാണ്. അതായത് അമീർ ഖാൻ വർഷത്തിൽ ഒരു സിനിമയൊക്കെ എടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അരി വേവുന്നത് കൊണ്ട് നമുക്ക് ഒന്നെടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതായത് നമ്മൾ ഒരു വർക്ക് എടുത്ത് അത് നല്ല വൃത്തിക്ക് തീർക്കാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടായിരുന്നു. അതായത് അവിടെ നിന്നുള്ള ഒരു എമൗണ്ട് ചിലപ്പോൾ എൻ്റെ ഒരു വർഷത്തെ ജീവിതത്തിൽ എനിക്ക് തികയില്ലായിരിക്കാം. പക്ഷേ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് എടുത്തു. അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് എടുത്തപ്പോൾ എനിക്ക് എന്തായി, നല്ല പോർട്ട്ഫോളിയോ ഉണ്ടായി. ഇത് ഇനി അങ്ങോട്ട് എന്താവും, ഇതിനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, വലുതാക്കാൻ പറ്റും. അതായത് ഇത് മതി എനിക്ക്. ഞാൻ A to Z കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട്. അതായത് വീടിനെ കുറിച്ച് ഏത് മേഖലയിലും എനിക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ക്ലയൻറ്റിൻ്റെ മുന്നിൽ നമുക്ക് പെട്ടെന്ന് ഈ വർക്കെല്ലാം ഓണാക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഈ ഡിസൈൻ വരച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഹാപ്പി ആയിട്ട് അതിനങ്ങനെ സെറ്റിലായി നിന്നോ അതോ പുതിയ കാര്യങ്ങളിലേക്ക് മാറി? ഡിസൈൻ വരച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് വരക്കുന്ന ഒരാളല്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള പ്ലാനും 3D മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. ബാക്കി ഞാൻ പോയി എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഈ ക്ലയൻസിനൊക്കെ. ഏത് രാത്രി വിളിച്ചു കഴിഞ്ഞാലും എന്നെ കിട്ടും. എന്നെ ഡയറക്റ്റ് ആയിട്ടാണല്ലോ വിളിക്കുന്നത്. ഞാൻ ഒരുപാട് ഈ പറയുന്ന സ്റ്റാഫും കാര്യങ്ങളുള്ള ഒരു വലിയ കൂട്ടായ്മയല്ല. പക്ഷേ എനിക്ക് ബാക്ക് എൻഡിൽ ഒരുപാട് പേരുണ്ട്. അതായത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ലേബേഴ്സും വർക്കേഴ്സും എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഞാനില്ലെങ്കിലും അവർ ജീവിക്കും. പക്ഷേ എനിക്ക് പ്രൊജക്റ്റുകൾ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നടന്നു പോകുന്നു. ഈ ഡിസൈനിങ്ങിൽ നിന്ന് ഞാൻ കൺസ്ട്രക്ഷനിലേക്ക് വരുന്നത്, എനിക്ക് കൺസ്ട്രക്ഷൻ അറിയില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചവരും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ആരും. അപ്പോൾ എനിക്ക് അവരെ സമീപിക്കാനൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാൾ വഴിയാണ് ഞാൻ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. അയാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കൺസ്ട്രക്ഷനിൽ. അപ്പോൾ അയാൾ ത്രൂ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മേഖലയിലേക്ക് വരുന്നത്. ആ വ്യക്തി
പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. പക്ഷേ ആ പ്രൊജക്റ്റുകളൊക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലയൻസ് ആയിരിക്കും, എൻ്റെ ക്ലയൻസ് ആയിരിക്കും ഈ പുള്ളി ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് ഈ പുള്ളിക്ക് വേറെ കമ്പനി ഉണ്ട്, ഈ പുള്ളി വേറെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വർക്ക് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. അങ്ങനെ ചെയ്തു. പിന്നെ ഒരു മൊമെൻറ്റിലെത്തിയപ്പം ജീവിതത്തിൽ എല്ലാവരും അതിഥികളാണല്ലോ. അപ്പോൾ ആ മൊമെൻറ്റിലെത്തിയപ്പോൾ നമ്മൾ പിരിയേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു. ആ സമയത്ത് അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഒരു ഗ്രോത്ത് ഒന്നുകൂടെ ഹൈ ആയി. കാരണം എല്ലാവരും നമ്മളെ ജീവിതത്തിൽ വന്നവരൊക്കെ നമ്മളെ അതിഥികളാണ്. എല്ലാവരുടെ അടുത്തും നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി മാത്രമാണ് നമുക്കുള്ളൂ. അതായത് പാരൻസിൽ നിന്ന് തുടങ്ങും, സുഹൃത്തുക്കളിലുണ്ട്. എൻ്റെ ക്യാരക്ടർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതിൽ സുഹൃത്തുക്കൾക്കൊക്കെ പങ്കുണ്ട്. പക്ഷെ ഞാൻ ഈ സുഹൃത്തുക്കളായിട്ടൊന്നും കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. കാരണം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ക്ലാസ്സിൽ ഞങ്ങൾ പെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നത്, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഈ 6 പേര് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ആ സമയത്ത് ഇന്ന് ഈ 6 പേര് എന്നോട് പറഞ്ഞു, ശരിക്കും നിൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ്, നീ ഭയങ്കര, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാം എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര, നിനക്ക് കുറേ, അത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ലൈഫിൽ എൻ്റെ സ്വഭാവം പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതേ സമയത്ത് അവർ പറയുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അതായത് പുറത്ത് ക്ലാസ്സിൽ നിന്ന് മാത്രം ഞാൻ കാണുന്ന ഒരാൾ. അപ്പോൾ ഇയാളിത് കേട്ടിട്ട് സലീഖിന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ, ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഞാൻ പറയുന്നത്, നമ്മൾ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രശ്നക്കാരനല്ല, നമ്മളൊരു പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് എപ്പോഴും 2, 3, 4 ക്യാരക്ടർ ഉണ്ടാവും മനുഷ്യന്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലാതെ അവർ നമ്മളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് അവർക്കാണ് പ്രോബ്ലം എന്ന് പറയാതെ നമ്മളത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ ഓരോരുത്തരും മുന്നിൽ പോകുമ്പോഴും നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരെൻ്റെ ജീവിതത്തിൽ ഈ 10 വർഷം, അതായത് 2015 പഠിച്ചിറങ്ങിയതിന് ശേഷം ഇന്നിപ്പോൾ 2025 നിൽക്കുമ്പോൾ 10 വർഷത്തിൽ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കായിരുന്നു യാത്രകളൊക്കെ പോയിരുന്നത്. ഞാൻ നിലമ്പൂരിൽ നിന്ന് കാർ എടുത്തിട്ടും ബസ്സിലൊക്കെ ആദ്യമൊക്കെ പോയിരുന്നു. പക്ഷേ എന്നാലും കൂടുതലും ഞാൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യും. അതായത് ഞാൻ ഈ പറയുന്ന, എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങണം, എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ അതിന് ചിലവാക്കും, എനിക്ക് നല്ല വസ്ത്രം ഇടണം, നല്ല കാറിൽ സഞ്ചരിക്കണം. അപ്പോൾ അതെൻ്റെ പണ്ട് മുതലേയുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വ്യക്തികളെ കണ്ടതുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം നമുക്ക് വരുന്നത് അങ്ങനെ ആയിരിക്കാം. നമ്മൾ പുതിയ പുതിയ ആളുകളെ കാണുന്നത് കൊണ്ടായിരിക്കും, നമ്മളെ സർക്കിൾ മാറുന്നത് കൊണ്ടായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് മേഖലകളിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ, ഞാൻ ഡിസൈനറും ഒരു കോൺട്രാക്ടറും കൂടെ ആവുമ്പോൾ നമ്മൾ ചില സമയത്ത് മോട്ടിവേഷൻ സ്പീക്കർ ആവേണ്ടി വരും, അവരുടെ ഫാമിലി മാൻ ആയിരിക്കേണ്ടി വരും, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷൻസിൻ്റെ കൂടെ ഒക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. വീട്ടിലെ പല വഴക്കുകളും കോംപ്രമൈസ് എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടും. അപ്പോൾ അതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജി ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു സലീഖ് ഭയങ്കര രസമുള്ളൊരു കാര്യം നമ്മൾ മുന്നേ സംസാരിച്ച് പറഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. സാധാരണ ആമ്പിള്ളേർ അങ്ങനെ പറയാറില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതെനിക്ക് തോന്നുന്നു കല്യാണം എന്ന് പറയുന്ന എല്ലാവരുടെ ഉള്ളിലും ഒരു പേടിയുള്ളൊരു സാധനമാണ്. കല്യാണം എന്ന് പറയുന്നത്, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിലവ് കൂടുമെന്നും, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തലയിലായി എപ്പോഴും എല്ലാവരും തമാശയിലും ഏതെങ്കിലും രൂപത്തിൽ പെണ്ണ് കെട്ടണ്ടോ ഞങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ വരെ അത് പറയും, വെറുതെ തമാശയിലെങ്കിലും. പക്ഷെ അതിൽ ഞാൻ ഒട്ടും ഇതല്ല. എന്താ കല്യാണം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തി നേരത്തെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കല്യാണം ഒരിക്കലും എന്തല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 പേരാകുമ്പോൾ 2 പേർക്കുള്ള ഒരു ഇൻകം ജനറേറ്റായി തുടങ്ങും. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ആളുകളുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു ബേബിയെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അവരെ നോക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ നാച്ചുറലി സംഭവിക്കും. ഇതൊന്നും നമ്മൾ എന്താവണ്ട, അതിൽ പാനിക് ആവണ്ട, അതൊക്കെ നടക്കും. ഇപ്പോൾ എത്ര വർക്കുകൾ അങ്ങനെ റൺ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ വർക്കിൻ്റെ എണ്ണം ഒന്നും നോക്കാറില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഈ വർഷത്തിൽ 1, 2 പ്രൊജക്റ്റ് മാത്രം എടുത്തിരുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് 1, 2 പ്രൊജക്റ്റ് ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് എല്ലാ പ്രൊജക്റ്റുകളും, ഇപ്പോൾ അപ്കമിങ് പ്രൊജക്റ്റും എല്ലാം എടുത്തിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 20ൻ്റെ മേലെ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. അതെല്ലാം വലിയ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ നമ്മളിപ്പോൾ പോകുന്നുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആദ്യം സംസാരിച്ച് പറഞ്ഞു ഡയറക്റ്റ് ഒരാൾക്കും ബാക്കി എല്ലാ ജോലിക്കാരും ഇൻഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരാളെ വെച്ചിട്ട് ഇത്രയും വർക്ക് സൈറ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആ മാനേജ്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ സ്കില്ല്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീമൊക്കെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് നാച്ചുറലി എല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന ഞാൻ ലേബേഴ്സിനൊന്നും കൊണ്ട് നടക്കുന്നില്ല. എനിക്ക് എൻ്റെ ചുറ്റിലും ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് പോയാലും അവിടെയൊക്കെ ജോലി നമ്മളോട് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ജോലി വേണം. ഇപ്പം നമ്മൾ മേസൺ ആയിക്കോട്ടെ, കോൺക്രീറ്റർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ജോലി വേണം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രൊജക്റ്റ് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 10 വർഷം കൊണ്ട് നമ്മൾ പഠിച്ചത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെയൊക്കെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏത് മേഖലയിലേക്ക് ആരിടണം, ആരെ കൊണ്ടുപോകണം എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അതിന് എനിക്ക് ഒരുപാട് എൻ്റെ ബാക്കിൽ ഒരുപാട് ടീമൊന്നും വേണ്ട, ഞാനത് ചെയ്യും. അതാണ് സലീഖിന്റെ സ്കില്ല്. അതെൻ്റെ സ്കില്ലായിരിക്കാം. ഞാൻ ഭയങ്കര സ്കില്ലുള്ള ആളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അതെൻ്റെ സ്കില്ലായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ മിഡിൽ ബെഞ്ചർ ആയിട്ടുള്ള ഒരാൾ, ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാളാണല്ലോ. ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാളിപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി നാളെ ഞാൻ ഒരു മില്യനെയർ ആയാലും ഞാൻ ഹാപ്പിയാണ്. ഇനി ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര സ്വപ്നജീവിയായിട്ടല്ല ജീവിക്കുന്നത്, സ്വപ്നം കണ്ടിട്ടല്ല ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഒരാൾ സക്സസ് എന്ന് പറയുന്നത്, അയാളെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് അയാളുടെ സക്സസ്. അത് ഏതൊരു കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും അയാൾ ഹാപ്പി ആയിട്ടാണ് അയാൾ സക്സസ്സാണ്. പക്ഷെ മനുഷ്യരുടെ കണ്ണിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു കോടീശ്വരനോ അല്ലെങ്കിൽ ഭയങ്കര പൈസ ഉള്ള ആളാണ് സക്സസ്. നമ്മളുള്ളതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്സാണ്. ഞങ്ങൾ സ്പാർക്കിന്റെ കഥ പറയാൻ വേണ്ടി പലരെയും വിളിക്കുമ്പോൾ അവർ പറയാറ് ഞങ്ങൾ സക്സസ് ആയിട്ടില്ലാന്ന്. അപ്പൊ ഞങ്ങൾ അവരോട് തിരിച്ചു പറയാറുണ്ട്, ഏത് സെൻസിലാണ് നിങ്ങൾ സക്സസ് ആയില്ല എന്ന് പറയുന്നത്. അപ്പൊ അവരൊരു ടേൺ ഓവറിന്റെ ബേസിസിലാണ്. അപ്പൊ നമ്മള് ടേൺ ഓവർ എത്രയായി എന്നുള്ളതല്ല. ഇപ്പം നമ്മുടെ റീസെന്റ് ഒരു വീഡിയോ ഹിറ്റായി, അതിനകത്ത് ഇത്രയേ ഉള്ളൂ, 30 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നൊരു ഡിഫൻഡർ മേടിച്ചു. അപ്പൊ അത് അദ്ദേഹം സക്സസ് ആയില്ല എന്ന് പറഞ്ഞത് തെറ്റല്ലേ, അദ്ദേഹം സക്സസ് ആയതുകൊണ്ടാണല്ലോ. സക്സസിന്റെ ഡെഫിനിഷൻ പലർക്കും പലതാണ്. ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് എന്തായിരിക്കും കാണുക? എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 പെൺകുട്ടികൾ ജനിച്ചതായിരിക്കും എനിക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ്. അത് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്, ഞാൻ ആൺകുട്ടിയൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷെ എനിക്കൊരു ആദ്യത്തെ പെൺകുട്ടി ജനിച്ചതിന് ശേഷം എനിക്ക് ഇനി എത്ര കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പെൺകുട്ടി ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് എനിക്കിപ്പോൾ 1 month ആയിട്ടുള്ളൂ എൻ്റെ ഒരു മോള് ജനിച്ചിട്ട്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിനി മില്യനെയർ ആവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളാവും. ഇതെല്ലാം യൂണിവേഴ്സിൽ നമ്മൾ നാച്ചുറലി നമ്മളെല്ലായിടത്തും എത്തും. അതിന് നമ്മളൊരുപാട് പണിയെടുക്കൊന്നും വേണ്ട. നമ്മൾ സത്യസന്ധനാവുക എന്നുള്ളത് മാത്രമാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും അയാൾ അത്ര ചെയ്താൽ മതി. നമ്മളെങ്ങനെ ക്ലയൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഒരു 90s കിഡാണ്, ഒരു മിഡിൽ ബെഞ്ചർ ആയിരുന്നു, ഒരു ഗോളും ഇല്ലാതിരുന്ന് ജീവിച്ചോണ്ടിരുന്നത്. എനിക്കൊന്ന് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയാൽ കാണുന്ന കൂടുതൽ ആളുകളും ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കാം. അവരോട് എന്നാ സലീഖിന് പറയാനുള്ളത്? അവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നമ്മൾ സിൻസിയർ ആയിട്ട് സത്യസന്ധമായിട്ടും വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ക്വാളിറ്റിയിലും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യുക. അവർ സക്സസ് ആവും. പിന്നെ ഒന്നിനും പേടിക്കരുത്, പൈസനെ പേടിക്കരുത്, ചിലവാക്കാൻ ഭയക്കരുത്. പണം ചിലവാക്കുന്നതിൽ പേടിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ പണം ചിലവാക്കണം. നമ്മൾ പണം ചിലവാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതായത് നമ്മളെ ചുറ്റിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. പണത്തിന് റൊട്ടേഷൻ വരുമ്പോൾ ഓരോ കാര്യങ്ങളും നടക്കും. അപ്പോൾ നമ്മൾ പണം ചിലവാക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക, പൈസ ചിലവാക്കുക. ഞാൻ അങ്ങനെ പറയും, പൈസ ചിലവാക്കുക. അനാവശ്യമായിട്ടെന്നല്ല, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുക, എന്താ പ്രശ്നം? നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ, അതായിരിക്കണം. എന്താ സലീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫ്യൂച്ചർ ആയിട്ട് കാണുന്നു? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫ്യൂച്ചർ ഒന്നുമില്ല. സലീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തി ഇല്ലെങ്കിൽ എൻ്റെ കമ്പനി ഇല്ല. അത് ഞാൻ എന്ന് പറയുന്നത്, എനിക്ക് ഭാവിയിൽ ഇത് ഏറ്റവും ലോകത്ത് ഉന്നതയിൽ എത്തിക്കണമെന്നൊന്നും എനിക്കൊരാഗ്രഹവുമില്ല.
അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പടവെട്ടി വന്നവനല്ല, നമ്മളൊരു വേട്ടക്കാരനല്ല, നമ്മൾ കഷ്ടപ്പാടുകളൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയക്ക് വേണ്ട കണ്ടൻസ് ഒന്നും നമ്മളെടുത്തുണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഈ സാധാരണ നമ്മളൊക്കെ പാരൻസ് ആണല്ലോ. അപ്പോൾ പാരൻസ് ആകുമ്പോൾ നമ്മളെ മക്കളെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ ഒന്ന് സെറ്റിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ട അത്രേ ഉള്ളൂ. വാപ്പ എനിക്ക് ചെയ്തു തന്നത് ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് തന്നു. അവിടെ പിന്നെ ഞാൻ കളിച്ചാൽ മതി. ആ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് എല്ലാവരും കൊടുക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. അത് ഒരു അമുൽ ബേബി എന്നോ അങ്ങനെയൊന്നും അതിനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കളിക്കാൻ ഈസിയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഡിപ്ലോമക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാസ്സാവാനുള്ള ഒരു ടെക്നിക്ക് അറിയായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിച്ച് പാസ്സാവാനുള്ള ഒരു ടെക്നിക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പാസ്സാവും, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഫെയിലാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഭയങ്കര പഠിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് തന്നെ പറയും ഞാൻ ചക്ക വീണപ്പം മുയൽ ചത്തു എന്ന് പറയുന്ന അങ്ങനെ ഒരു മണ്ടൻ ഇമേജ് എനിക്ക് എന്തായാലും ഉണ്ട്. ഒരു ശിക്കാരി ഷബു ഇമേജ് നമുക്കുണ്ട് അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖ, കാരണം നമുക്ക് ആർക്കും പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് നല്ല സുഖ, ഭയങ്കര പ്രതീക്ഷ. നമുക്ക് പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ലക്കിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കുഴപ്പമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകുന്നത്. ഇപ്പം 20 വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഇമോഷണൽ കണക്ഷനാണ് വീട്. ആ ഒരു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. കേരളത്തിനകത്ത് മാത്രമാണ് പ്രൊജക്ടുകൾ ചെയ്യുന്നുള്ളൂ? ഇല്ല, കേരളത്തിന് പുറത്ത് വർക്കുണ്ട്. നമുക്ക് ഇപ്പോൾ കർണാടകയിലും പിന്നെ ത്രിപുരയിൽ വർക്കുണ്ട്. ത്രിപുരയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട്? നമ്മളെവിടെയും പോകും. നമുക്ക് അങ്ങനെ എവിടെയും നമുക്ക് ഭയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഏതും പോയി അറ്റൻഡ് ചെയ്യും. വീട് തന്നെയാണ് ത്രിപുരയില്? വീടല്ല, ത്രിപുരയിൽ നമ്മൾ ഈ മേഖലയിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് ചെയ്യുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക്. ഞാൻ പാർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ ഈ നമ്മളെ ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ടും നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടും നമുക്ക് കിട്ടുന്ന വർക്കുകളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ എവിടെയും പോയി എന്തും അറ്റൻഡ് ചെയ്യും. അത് വൃത്തിയിൽ തീർത്തു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, നിലമ്പൂർ ഒരു പയ്യനുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വർക്ക് ചെയ്യും, അതാണ് ഹാപ്പിനെസ്. അങ്ങനെ നിലമ്പൂർ പയ്യനുണ്ട്. എന്നെ ആരും അങ്ങനെ അറിയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നല്ലല്ലോ. അപ്പോൾ ഞാൻ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. ആർക്കും എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് മടിയൊന്നുമില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ? അത് വീട്ടിലാണെങ്കിൽ പോലും ഞാൻ അടഞ്ഞ് മേലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കുള്ള ലൈഫൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ യാത്രയിൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബിസിനസ് യാത്രകളായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്കൊരു ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം എനിക്കില്ല. എനിക്ക് മൈൻഡ് റിലാക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെസ് ഇല്ല. സ്ട്രെസ് ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് സ്ട്രെസ് ചെയ്യാൻ എടുക്കില്ല. അതെനിക്ക് പേടിയാണ്. എനിക്ക് എന്നോട് ഒരാൾ മോശമായിട്ട് സംസാരിക്കുന്ന പേടിയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക തന്നെ ഇന്ന് ഞാൻ അയാളോട് നന്നായിട്ട് പെരുമാറും എന്നുള്ള തീരുമാനം എടുത്തിട്ടാ ഇറങ്ങുക. അതായത് നമ്മളോട് എല്ലാവരും നന്നായിട്ട് പെരുമാറണമെന്നില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളോട് നന്നായിട്ട് സംസാരിക്കണം എന്നാണ്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. പക്ഷെ അപ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ഇന്ന് ഞാൻ അയാളോട് നന്നായിട്ട് പെരുമാറും എന്നുള്ളൊരു തീരുമാനം എടുത്ത് നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു വ്യക്തിയോട് പോലും നമുക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാവരുത്. ഇതൊക്കെ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക. ഒരാൾ പണിയെടുത്തു കഴിഞ്ഞാൽ അയാളുടെ കൂലി അയാൾ വൈകുന്നേരം ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കൊടുക്കാൻ പഠിക്കുക. ഈ ഫിലോസഫി ഒക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ പഠിച്ചാണോ? അത് എനിക്ക് അറിയില്ല കേട്ടോ. അതൊക്കെ എങ്ങനെ വന്നതാണ്. അതൊന്നും അങ്ങനെ എവിടെയും ഞാൻ പുസ്തകമൊന്നും വായിക്കാറില്ല, ഒന്നും കേൾക്കാറില്ല, ഒന്നും അറിയത്തില്ല. അതൊക്കെ ചിലപ്പോൾ നാച്ചുറലി നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് വേണ്ടത് എന്ന് നമ്മൾ പഠിച്ചതായിരിക്കാം. ഈ പറഞ്ഞ കോളേജ് ലൈഫ് മുതൽ നമ്മളെ സ്വഭാവത്തിൽ നമ്മളെ ഇപ്പോൾ സുഹൃത്തുക്കൾ വരുത്തിയ മാറ്റം മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ തിരിച്ചറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാനെന്ന വ്യക്തിയെ എനിക്കറിയാം, ഞാൻ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ നിൽക്കണമെന്നും. അത് ഫാമിലിയിലാണെങ്കിൽ പോലും, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എങ്ങനെ നിൽക്കണം എന്ന് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പേര് നമ്മളെ വന്നതുകൊണ്ടായിരിക്കാം, വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്.
എല്ലാവരും, അതായത് എല്ലാവരോടും നമുക്ക് നന്നായിട്ട് ഞാൻ എന്ന വ്യക്തി എല്ലാവർക്കും നല്ലൊരാളായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മളൊരു 10 പേർക്ക് നല്ല ആളാണെങ്കിൽ 10 പേർക്ക് ചിലപ്പോൾ നമ്മൾ മോശമായിരിക്കാം. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ പെരുമാറുന്നതും. ചിലപ്പോൾ നമ്മളെ ഒരു സൈലൻസ് മറ്റൊരാൾക്ക് ചിലപ്പം ദേഷ്യം വന്നേക്കാം. അതൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോവാം. എന്താണ് സലീഖ് അഹമ്മദിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? സലീഖ് അഹമ്മദിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഹാപ്പി ആയിട്ട് ജീവിക്കുക പൈസ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ? കാരണം എല്ലാവരും പറയും പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് വരുമെന്ന്. പൈസ ഈ ഹാപ്പിനെസ്സിന്, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ പൈസ വേണ്ടി വരും. അതായത് ചിലപ്പോൾ നമുക്കൊരു പാർക്കിൽ പോകണം, ഒരു സിനിമക്ക് പോകണം, എന്തിനുണ്ടെങ്കിലും നമുക്ക് പൈസ ഒരു ഘടകം തന്നെയാണ്. ഷോപ്പ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സ് വാങ്ങുന്നത് ഇഷ്ടമാണെങ്കിൽ അതിന് പൈസ വേണം. അപ്പോൾ പൈസ എന്ന് പറയുന്ന സാധനം എന്തായാലും നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതും ഹാപ്പിനെസ് തമ്മിൽ ബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്, ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ഒരു പേഴ്സൺ അനുസരിച്ച്. ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞില്ല എന്നോട്. ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞ പോലെ ഞാനൊരു മില്യണിയർ ആവും. ഫ്യൂച്ചർ പ്ലാൻ നമുക്കൊരു മില്യണിയർ ആവാം. അത് അതിനുള്ള വാതിലുകളൊക്കെ തുറക്കുന്നുണ്ട്. നമ്മളാവാൻ വേണ്ടി ശ്രമിക്കൊന്നുമില്ല, നാച്ചുറലി തന്നെ ആക്കും. അപ്പൊ ഒരു സലീഖ് അഹമ്മദ് ഒരു മില്യണയർ ആവാനായിട്ട് ഈ ഹോട്ട് സീറ്റും ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ഇപ്പൊ സ്പാർക്കിൽ കഥ പറഞ്ഞ് എല്ലാവരും തന്നെ റിപ്പീറ്റ് ചെയ്ത് കഥ പറയാൻ വേണ്ടി വീണ്ടും വരുന്നുണ്ട്, ഒരു സക്സസ് ആയൊരു സ്റ്റോറി. അപ്പൊ നമുക്ക് ഒന്നോടെ ഈ ഹോട്ട് സീറ്റിൽ ഒരിക്കൽ കൂടി ഇരിക്കണം, അന്ന് മില്യണയർ ആയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.